കുറേ നാളായില്ലേ നമ്മൾ നല്ലൊരു ഹൊറർ ത്രില്ലർ മൂവി കണ്ടിട്ട്. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായൊരു ഹൊറർ ത്രില്ലർ മൂവി കാണാം. ഇതും ഒരു ഫിലിം ഫ്ലെക്സ് 5 സ്റ്റാർ മൂവിയാണ്. ബിക്കോസ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ആണ് ഇതിന്റെ കോർ. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ട് ഇത് എവിടുന്നാണ് തുടങ്ങിയത്, എന്തിനാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് കലക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു വീഡിയോ ക്യാമറയിലൂടെയുള്ള വിഷ്വലാണ് നമ്മൾ കാണുന്നത്. അതിലൊരു പ്രായമായ വ്യക്തിയെ കാണിക്കുന്നു. പുള്ളിക്കാരൻ ഏതോ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങേര് ക്യാമറയിൽ നോക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതായത്, ഞാൻ കേട്ടിട്ടുള്ള ആദ്യ ബൈബിൾ സ്റ്റോറി ഏതാണെന്ന് നിനക്കറിയോ? ലാസർ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത്, ദൈവം ലാസറിനെ ഉയർപ്പിച്ചത്. അത് കേട്ടത് മുതൽ എൻ്റെ അതിയായ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു മരിച്ചുപോയ എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. ബട്ട് എന്നെ കൊണ്ടത് പോസിബിൾ ആയില്ല. പക്ഷേ പ്രതീക്ഷയുടെ ഒരു ചെറിയ കണിക ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നിങ്ങനെ അദ്ദേഹം പറയുന്നത് കാണിച്ച് അവിടെ കട്ടായാൽ തൊട്ടടുത്ത സീനിൽ നമുക്കൊരു ക്രയോപോഡാണ് കാണിച്ചു തരുന്നത്. ഓപ്പൺ ആയിരിക്കുന്ന ഒരു ക്രയോപോഡ്, ഒരു ബങ്കർ പോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പിലുള്ള ഒരു സ്ഥലം. ഏതോ ഒരു വ്യക്തി നടന്നു വന്ന് മറ്റൊരു ക്രയോപോഡ് ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ക്രയോപോഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയുള്ള ക്രയോപോഡുകളിൽ ഒരുപാട് നാൾ മനുഷ്യരെ സൂക്ഷിക്കാൻ പറ്റും. ജീവനുള്ള മനുഷ്യരെ ഒരേ പ്രായത്തിൽ ഒരേ കണ്ടീഷനിൽ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും. അവർക്ക് പ്രായമാകത്തില്ല, അവർ മരിക്കത്തില്ല. ഇൻ കേസ് ഈ ക്രയോപോഡ് യൂസ് ചെയ്യുന്ന വ്യക്തിയുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്രയോപോഡ് അതെല്ലാം ഹീൽ ചെയ്യും. ശരീരത്തിന് പുറത്തുള്ള മുറിവുകൾ മാത്രമല്ല, ശരീരത്തിനകത്തുള്ള അവരുടെ ഇന്റേണൽ ഓർഗൻസിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഈ ക്രയോപോഡിന് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ആ ഒരു ക്രയോപോഡിൽ നിന്നും നഗ്നയായ ഒരു സ്ത്രീ എഴുന്നേറ്റ് വരുന്നു. പുള്ളിക്കാരി ക്രയോപോഡിൽ നിന്ന് പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇവളുടെ ക്രയോപോഡ് ഓപ്പൺ ചെയ്ത വ്യക്തിയെ അവിടെ എങ്ങും കാണാനില്ല. അവിടെ നമ്മുടെ സിനിമയുടെ ടൈറ്റിലും കാണിക്കുന്നു, ക്രയോ. ഒരു വെടിവെച്ചയിലെയാ കേട്ടത്, ആരോ അലർന്ന പോലെയും. ആ ശബ്ദം കേട്ട് ഇവളും എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സ് എടുത്തിരുന്നു. അതൊരു യൂണിഫോം പോലെയുള്ള ഒന്നായിരുന്നു. അതിൽ 002 എന്ന നമ്പർ എഴുതിയിട്ടുണ്ട്. ഈ 002, അതായത് ഈ പുള്ളിക്കാരി ഒരു പേടിയോടെ പതിയെ ഇറങ്ങി പുറത്തേക്ക് നടന്നു ചെല്ലുമ്പോഴാവട്ടെ ഈ ബങ്കർ പോലെയുള്ള സ്ഥലത്ത് പലയിടത്തായിട്ട് രക്തക്കറകളൊക്കെ ഇവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആരോ ബ്ലഡ് പുരണ്ട കൈ കൊണ്ട് സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നതിന്റെ മാർക്കൊക്കെ ഇവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതും കൂടെ കണ്ടതോടെ ഇവളുടെ പേടി ഇരട്ടിയായി. പെട്ടെന്ന് അതെന്താ സംഭവം, ആരാണ് ആ പാസ് ചെയ്തതെന്ന് ഇവൾക്ക് കാണാൻ പറ്റിയില്ല. ഒരുമാതിരി ആകെ മൊത്തം റെഡ് ലൈറ്റ്സ് മാത്രമുള്ള ഒരു വല്ലാത്ത കണ്ടീഷൻ. അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നു. ആകെ മൊത്തം പേടിയിലുള്ള ഇവളിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇവളെ പോലെ തന്നെ മറ്റൊരു സ്ത്രീയും അവിടെ പേടിച്ചിരിക്കുന്നുണ്ട്. ഹേയ്, ആരാ നീ? അവിടെ ഇരിക്കുന്ന പുള്ളിക്കാരി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ 002, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, നിന്നെ പോലെ തന്നെയാണ് ഞാനും, ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ രണ്ടാണുങ്ങൾ ഇവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു. നിങ്ങൾ രണ്ടുപേരും ഓക്കെ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നമൊന്നുമില്ലെന്നോ? നമ്മളിത് എവിടെയാണ്? ആരാ നിങ്ങളൊക്കെ? എന്താ നിങ്ങളുടെയൊക്കെ പേരെന്താ എന്നും പറഞ്ഞ് നമ്മുടെ ഈ 002 ചോദിക്കുമ്പോഴാണ് ഇവിടെയുള്ള ഒരാൾക്കും അവരുടെ സ്വന്തം പേര് പോലും ഓർമ്മയില്ല. അതായത് ഇവർ 4 പേരും ഇവിടെയുള്ള 4 ക്രയോപോഡിൽ ഉറങ്ങിക്കൊണ്ടിരുന്നവരായിരുന്നു. ആരോ ഒരാൾ വന്ന് ഇവരുടെ ക്രയോപോഡ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് ഓർമ്മയുള്ളൂ. അതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ, എങ്ങനെയാണ് തങ്ങൾ ഈ ക്രയോപോഡിൽ എത്തിയത്, ഇതെന്തെങ്കിലും എക്സ്പെരിമെന്റ് ആണോ, ഈവൻ ഇവരുടെ സ്വന്തം പേര് പോലും ഇവർക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ആകെ മൊത്തം ഇവർ 4 ആളും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ആണുങ്ങൾ 2 പേരിൽ അത്യാവശ്യം സൈസ് ഒക്കെ ഉള്ള ഒരു പുള്ളിക്കാരൻ അങ്ങോട്ടിരുന്നു. പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരുത്തൻ ചാടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. ബാക്കി 3 ആളുകളും ഇവരെ പിടിച്ചു മാറ്റി. ഓ പ്രശ്നം ഉണ്ടാകലേ, എടാ നീയും ക്രയോ സ്ലീപ്പിലായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും അതേ കണ്ടീഷനിലായിരുന്നു, അതിനെ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്ന പുള്ളിക്കാരൻ. വാട്ട്, എങ്ങനെയാ ഞാൻ ഈ ക്രയോപോഡിലെത്തിയേ? എനിക്കറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, ഈവൻ ഞങ്ങളുടെ പേരുകൾ പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല. എന്നാൽ ഇതൊരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ ക്രയോപോഡുകളൊക്കെ ഡിസൈൻ ചെയ്തത് ഞാനാണ്. അത്രമാത്രമേ എനിക്ക് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ. മേ ബി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റുമായിരിക്കും. സോ നമ്മളെല്ലാവരും ഒരു ടീമാണ്, എന്തോ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമാണ് അല്ലേ? 002 ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു ടെസ്റ്റിന്റെ ഭാഗമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ ഈ ടെസ്റ്റ് ഓർഗനൈസ് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? ഇവിടെ ആരെയും കാണാനില്ലല്ലോ? കൂട്ടത്തിലെ താടിക്കാരൻ ചോദിച്ചു. ആക്ച്വലി നമ്മുടെ ക്രയോപോഡൊക്കെ ആരോ ഒരാളെ തുറന്നതാണ്. അത് ഇൻവെന്റർ ആയിരിക്കണം. ഇൻവെന്ററോ? അതാരാ? അത് ഞാനും ഇൻവെന്ററും കൂടെ ചേർന്നാണ് ഈ മിഷൻ പ്ലാൻ ചെയ്തത്. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും കാണും, വൈകാതെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവരുടെ ഈ ക്രയോപോഡൊക്കെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നു. ഇങ്ങനെയൊക്കെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലെ 005, അതായത് 2ാമത്തെ ഗേൾ, പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഒരുമാതിരി അങ്ങായിട്ട് പുള്ളിക്കാരി വീണ് പോകാൻ തുടങ്ങുന്നുണ്ട്. അവളുടെ ശരീരം സ്റ്റേബിൾ അല്ല. ഒരുപക്ഷെ ഒരുപാട് നേരം ക്രയോപോഡിൽ കിടന്നുകൊണ്ടാവാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ക്രയോപോഡിൽ എത്ര നേരം കൂടുതൽ കിടക്കുന്നു അത്രയും നല്ലതാണ്. ശരീരത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ അത് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഗൈസ്, പ്രശ്നമൊന്നുമില്ല, നമ്മളൊക്കെ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് നേരത്തേക്ക് കുറേ ഇല്യൂഷൻസ്, ഹാലൂസിനേഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അത് പ്രശ്നമൊന്നുമില്ല, ക്രയോപോഡിന്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ്. ഇപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കുക. അങ്ങനെ കുറച്ച് സമയത്തേക്ക് ഇവരെല്ലാവരും റെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 002 ഉണ്ടല്ലോ, നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട പുള്ളിക്കാരി, അവൾ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ ഓർഡർ ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ കുറേ ഒബ്ജക്ട്സ് അവളുടെ മനസ്സിലൂടെ ഇങ്ങനെ
കടന്നു പോകുന്നു. ലൈക്ക് കഴിക്കുന്ന ഫ്രൂട്ട്സ്, ഒരു വലിയ കത്തി, ചോര, ഗണ്ണ്, അങ്ങനെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. അതൊക്കെ കണ്ട് പുള്ളിക്കാരി ഞെട്ടി എഴുന്നേറ്റപ്പോൾ നമ്മുടെ 001 കുറേ ലൈറ്റ്സുമായിട്ട് ഇവളുടെ അടുത്ത് വന്നു. റിമെമ്പർ, ഇവനാണ് 001. പുള്ളിക്കാരൻ്റെ ഒരു എഞ്ചിനീയറാണ്. അതായത് ഈ ക്രയോപോഡൊക്കെ ഉണ്ടാക്കിയ ഇതൊക്കെ എഞ്ചിനീയറിംഗ് ചെയ്ത വ്യക്തി. എഞ്ചിനീയർ ഇവിടെ എവിടുന്നോ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ലൈറ്റ്സ് ഇവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്നു. ഇവിടെയുള്ള എല്ലാവരുടെയും യൂണിഫോമിൽ അവരവരുടെ നമ്പർ എഴുതിയിട്ടുണ്ട്. ദേ ഈ രണ്ടാമത്തെ ഗേളിനെ കണ്ടില്ലേ, 005. പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്. ദേ ഈ താടിക്കാരനെ കണ്ടില്ലേ, 003. അവനൊരു ബയോ കെമിസ്റ്റ് ആണ്. ദേ ഇങ്ങനെ കണ്ടില്ലേ, 004. പുള്ളിക്കാരൻ ഒരു സോൾജിയർ ആണ്. മാത്രമല്ല ആളൊരു ഇച്ചിരി കലിപ്പനാണ്. പിന്നെ നമ്മുടെ 002, പുള്ളിക്കാരി ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഇക്കൂട്ടത്തിൽ 004, അതായത് നമ്മുടെ സോൾജിയർ, പുള്ളിക്കാരന്റെ യൂണിഫോമിലുള്ള നമ്പർ ക്ലിയർ അല്ല. മറ്റുള്ളവരുടെ യൂണിഫോമിൽ നിന്നും ഇവന്റെ യൂണിഫോം മാത്രം ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇവനെ ഒന്ന് സംശയമാവുന്നുണ്ട്. കാരണം സ്വന്തം ഐഡന്റിറ്റി പോലും അറിയാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഇവർക്ക് എത്രയും വേഗം ഇതിലാവുന്ന അവസാനിച്ചാൽ മതി, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്തയല്ലേ ഉണ്ടാവും. ആരാണ് തങ്ങളുടെ ക്രയോപോഡ് ഓപ്പൺ ചെയ്തത്, തങ്ങൾ എഴുന്നേൽക്കാൻ കാരണം ആരാണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരാരും മറ്റൊരാളെ വിശ്വസിക്കാൻ തയ്യാറാവത്തില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ വരുന്ന ആളുകളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം തങ്ങളെ ആരെങ്കിലും യൂസ് ചെയ്യുകയായിരിക്കുമോ, തങ്ങളൊരു ലാബ് റാറ്റ്സ് ആയിരിക്കുമോ എന്നൊക്കെ ആയിരിക്കും. ഇവിടെയും അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും സംശയം. കൂട്ടത്തിലുള്ളവരെയൊക്കെ വിശ്വസിക്കാൻ ഒരു മടി, പ്രത്യേകിച്ച് ഈ സോൾജിയറിനെ. കാരണം ഇവൻ തുടക്കത്തിൽ നമ്മുടെ എഞ്ചിനീയറിനെ അറ്റാക്ക് ചെയ്യുന്ന കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റ് അവന്റെ യൂണിഫോമിന്റെ നമ്പർ ക്ലിയർ അല്ല താനും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർക്കെല്ലാം സോൾജിയറിനെ തന്നെ സംശയം തോന്നും. ഹേ, നീ അവന്റെ യൂണിഫോം കണ്ടില്ലേ, അതിൽ നമ്പർ ഇല്ല. എനിക്കും എന്തോ സംശയമൊക്കെ തോന്നുന്നു. ആ ഒരു ഗൺ ഫയർ ആയതിന് കാരണം ഇവനായിരിക്കുമോ? എനിക്കും സംശയമില്ലാതില്ല. നമ്മുടെ ഓർമ്മയൊക്കെ തിരിച്ചു വരുന്നതുവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും അവനെ ഒന്ന് സൂക്ഷിച്ചോ. അവൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടാവണം. അവനെ ഫ്രീ ആയിട്ട് വിടരുത്. ശേഷം ഇവർ അഞ്ചാളും കൂടെ ഈ ബങ്കർ പോലെയുള്ള ഏരിയയിൽ ലൈറ്റ് അടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എത്രയും വേഗം നമ്മുടെ എഞ്ചിനീയർ പറയുന്ന പോലെ ഇൻവെന്ററിനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഇവരെല്ലാവരും പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നുണ്ട്. അതിന്റെ ഡോർ ഭയങ്കര പ്രൊട്ടക്ഷനോട് കൂടി എയർലോക്ക് ഒക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ എയർലോക്ക് സെറ്റപ്പും ഇത്രയും സെക്യൂരിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് എല്ലാവർക്കും സംശയമാവുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും പ്രൊട്ടക്ഷൻ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്? ഒരുപക്ഷെ ഭൂമിയിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി കാണുമോ? മേ ബി ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയി കാണുമോ? പുറത്തുള്ള വായു മൊത്തം നശിച്ച് ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിലായതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ക്രയോ സ്ലീപ്പിംഗിൽ ഇട്ടത്. ഈ ഒരു സംശയം കാരണം തന്നെ ഇവരാരും പുറത്തിറങ്ങാൻ തയ്യാറാവുന്നില്ല. ആ എയർലോക്ക് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ആരും പുറത്തിറങ്ങണ്ട. തൽക്കാലം നമുക്ക് ഇൻവെന്ററെ കണ്ടുപിടിക്കാന്നുള്ള രീതിയിൽ ഇവർ ഇൻവെന്ററെ തിരയുന്നു. ഓരോരുത്തരും വെവ്വേറെ വഴി പോയി ഇൻവെന്ററെ തേടുന്നു. അങ്ങനെ നമ്മുടെ എഞ്ചിനീയർ ചെല്ലുന്നത് ഈ ഒരു ക്രയോപോഡ്സിലേക്കൊക്കെ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു മുറിയിലേക്കാണ്. അവിടെ ചെന്ന് പുള്ളിക്കാരൻ വിശദമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ ക്രയോപോഡിന് പവർ സപ്ലൈ കൊടുക്കുന്ന അവിടെ ഇവരുടെ ഓരോരുത്തരുടെയും യൂണിഫോമിലുള്ള നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 001 മുതൽ 005 വരെയുള്ള ഓർഡറിൽ കൃത്യമായിട്ട് പവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇക്കൂട്ടത്തിൽ 005ന്റെ കണക്ഷൻ പ്രോപ്പർ അല്ല. ആ കേബിൾ പ്രോപ്പറായിട്ട് കണക്ട് ആയിട്ടില്ല. അതായത് നമ്മുടെ ഡോക്ടറിന്റെ ക്രയോപോഡേ പുള്ളിക്കാരിയുടെ ക്രയോപോഡിലേക്കുള്ള കണക്ഷനിലാണ് പ്രശ്നം. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കുമോ പുള്ളിക്കാരിയുടെ ശരീരം അത്ര സ്റ്റേബിൾ അല്ലാത്തത്, അവൾ വീഴാനൊക്കെ പോയത്. എഞ്ചിനീയർ ഇക്കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈക്കോളജിസ്റ്റും ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ എഞ്ചിനീയർ സൈക്കോളജിസ്റ്റിൽ നിന്നും ഇക്കാര്യം മറച്ചു വെക്കുന്നു. എന്തോ ഈ പുള്ളിക്കാരൻ സൈക്കോളജിസ്റ്റിനെ ഈ കേബിൾ ഇങ്ങനെ ലൂസ് ആയിരിക്കുന്ന കാര്യം കാണിക്കുന്നില്ല. ഇതേ സമയം നമ്മുടെ ഡോക്ടറും ബയോ കെമിസ്റ്റും കൂടെ പുറത്തേക്ക് പോകാൻ മറ്റൊരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഒരു വഴിയും അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. മേ ബി പുറത്ത് പ്രശ്നമൊന്നുമില്ലെങ്കിലോ, നമുക്ക് ഇതുവഴി അങ്ങ് പുറത്ത് പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ചോദിക്കുമ്പോൾ ബയോ കെമിസ്റ്റ് സമ്മതിക്കുന്നില്ല. വേണ്ട, അത് വലിയ റിസ്ക് ആണ്. മേ ബി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെങ്കിലോ. എന്ത് ചെയ്താലും എല്ലാവരെയും അറിയിച്ച് പ്രോപ്പർ പ്രൊട്ടക്ഷനോട് കൂടി മാത്രമേ ചെയ്യാവൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇൻവെന്ററിനെ നോക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. സോൾജിയർ ചെല്ലുന്ന സ്ഥലത്ത് കുറേ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളും മറ്റുമൊക്കെ ഇരിപ്പുണ്ട്. ലൈക്ക് വയർലെസ് സെറ്റുകൾ അങ്ങനെയൊക്കെ. ഇതൊക്കെ ഓൺ ആവുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ എടുത്തു നോക്കുന്നുണ്ട്. ഇവൻ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ കുറേ കുപ്പിച്ചില്ലുകൾ, കണ്ണാടി ചില്ലുകൾ പൊട്ടി വീണ് കിടപ്പുണ്ട്. ഒരുപക്ഷെ നേരത്തെ ഇവർ കേട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഗൺ ഫയർ ആവുന്ന ശബ്ദം അതുണ്ടായത് ഇവിടെ നിന്നായിരിക്കാം. ഈ കണ്ണാടി പൊട്ടിയത് അന്നേരം ആയിക്കൂടെ? നമ്മുടെ സൈക്കോളജിസ്റ്റ് പിന്നെ നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു വീഡിയോ ക്യാമറ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. അവളും അതെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അതിൽ ഒരു സെക്കൻഡ് സമയത്തേക്ക് എന്തോ ഒരു ചെറിയ വിഷ്വൽ വന്നിട്ട് മാറിപ്പോയി. മേ ബി ഈ ക്യാമറയിലെ വിഷ്വൽസ് ഒക്കെ ക്രാക്ക് ആയിട്ടുണ്ടാവും. ഇനി അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കുന്നു കരുതി പുള്ളിക്കാരി അത് വലിയ കാര്യമാക്കുന്നില്ല. ദെൻ നമ്മുടെ ഡോക്ടർ നടന്നു ചെല്ലുമ്പോൾ ഒരു ഡോക്ടറിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് ഒക്കെ ഉള്ള ഒരു സെക്ഷനിലേക്ക് പുള്ളിക്കാരി എത്തുന്നുണ്ട്. ബയോ കെമിസ്റ്റിന് നടന്നു ചെല്ലുമ്പോൾ ഒരു ബയോ കെമിസ്റ്റിന് ആവശ്യമായിട്ടുള്ള ലാബിൽ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ള റൂമിലേക്കാണ് അവൻ എത്തുന്നത്. അതിനർത്ഥം ഇവർ ഓരോരുത്തർക്കും ഇവിടെ പ്രത്യേകം റൂമുകളുണ്ട്. നമ്മുടെ എഞ്ചിനീയറാണെങ്കിലും അവൻ ആദ്യം ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ ഈ ക്രയോപോഡ്സിലേക്കൊക്കെ പവർ സപ്ലൈ കൊടുക്കുന്ന അങ്ങനെയുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ആൻഡ് വയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. സൈക്കോളജിസ്റ്റിന് ഒരു വീഡിയോ ക്യാമറ കിട്ടി. സൈക്കോളജിസ്റ്റുകളൊക്കെ വീഡിയോ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് ആ പേഷ്യൻസിനോട് സംസാരിക്കാറുണ്ടല്ലോ. സോൾജിയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ, വയർലെസ് പോലെയുള്ള ഡിവൈസുകളുള്ള ഒരു പാർട്ട് തന്നെ കിട്ടി. പിന്നെ ഡോക്ടറിനും ബയോ കെമിസ്റ്റിനും അവരവരുടെ ജോലിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ തങ്ങളെ ആരും ഇവിടോട്ട് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നതല്ല. തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമാകാനായിട്ട് ഇവിടെ വന്നതായിരിക്കുന്ന ഒരു അസംഷനിലേക്ക് ഇവരെല്ലാവരും എത്തുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇവർക്കെല്ലാവർക്കും നല്ല പേടിയുണ്ട്. തുടക്കത്തിൽ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു ഗൺ ഫയറിംഗ് തന്നെ കാരണം. ഇവിടെ ഇപ്പോൾ ഇവർ 5 പേര് മാത്രമേ ഉള്ളൂ. ഇൻവെന്റർ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞ് കുറേ തിരഞ്ഞു. എന്നാൽ ഇൻവെന്ററിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവർ 5 ആളുടെ കൂട്ടത്തിൽ ആരോ ഒരാളുടെ കയ്യിൽ ഗണ്ണുണ്ട്. ഇവരെ എല്ലാവരെയും അത്ര അങ്ങ് വിശ്വസിക്കാറായിട്ടില്ല എന്നൊരു മൈൻഡിലാണ് എല്ലാവരും. പിന്നെ സ്വാഭാവികമായിട്ടും സോൾജിയറിനൊഴികെ ബാക്കി 4 പേർക്കും സംശയം സോൾജിയറിനെയാണ്. അവനൊരു സോൾജിയർ
സോൾജിയർ ആയതുകൊണ്ട് തന്നെ ഗൺ യൂസ് ചെയ്യാനൊക്കെ അറിയാം. പിന്നെ പുള്ളിക്കാരൻ കുറച്ച് അറഗൻ്റാണ്. മാത്രമല്ല അവൻ്റെ യൂണിഫോമിലും മാത്രമാണ് നമ്പർ പ്രോപ്പർ അല്ലാത്തത്. നമ്മുടെ സൈക്കോളജിസ്റ്റ് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ പുള്ളിക്കാരിക്ക് ദ ഡിവൈൻ കോമഡി എന്നൊരു ബുക്കും കിട്ടുന്നുണ്ട്. മാത്രമല്ല അവളുടെ റൂമിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ബുക്കിലായിട്ട് 009 എന്ന് ഒരു പ്രത്യേക ഓർഡറിൽ ഒരു ലോഗോ കണക്കിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഈ വ്യക്തി ആരാണെങ്കിലും റിലീജിയനുമായിട്ട് ബന്ധമുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് ഇതിപ്പോൾ ആരാണ് അവിടെ എന്നറിയാൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇരുന്ന ആളെ കാണാനില്ല. മേ ബി ഇവളുടെ തോന്നലായിരിക്കും. ക്രയോ സ്ലീപ്പിംഗിലായിരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇതേ സമയം നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരി ഒരു വലിയ വാള് കണ്ടുപിടിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ രക്തക്കറയുണ്ട്. ഡോക്ടർ എല്ലാവരെയും അലേർട്ട് ചെയ്തു. എല്ലാവരും വന്ന് വിശദമായിട്ട് ആ ഏരിയ നോക്കുമ്പോഴാവട്ടെ അവിടെ കുറേ രക്തമൊക്കെ വീണ് കിടപ്പുണ്ട്. അതായത് ഇവിടുത്തെ ഏതോ മനുഷ്യന്റെ ശരീരം വെട്ടിമുറിച്ചിട്ടുണ്ട്. കുറേ ബ്ലഡ് അങ്ങനെ തറയിലൊക്കെ വീണ് കിടക്കുന്നു. ഒരുപക്ഷെ ഇത് ഇൻവെന്ററിന്റെ ബ്ലഡ് ആയിരിക്കുമോ? അയാൾ മരിച്ചിട്ടുണ്ടാവോ? നോ, അതിനൊന്നും ഒരു സാധ്യതയുമില്ല. ഇൻവെന്റർ മരിച്ചാൽ പിന്നെ നമ്മൾ എങ്ങനെ ക്രയോപോഡിൽ നിന്ന് പുറത്തു വന്നു? ഏതൊരു കണ്ടീഷനിലാണെങ്കിലും ക്രയോപോഡ് തനിയെ തുറക്കില്ല. ആരെങ്കിലും മാനുവലി ക്രയോപോഡ് തുറന്നാലേ പറ്റുള്ളൂ. പവർ ഓഫ് ആയാൽ പോലും ക്രയോപോഡ് തുറന്നു വരില്ല. എല്ലാവർക്കും ഭയങ്കര സംശയവും അതുപോലെ തന്നെ പേടിയും. ഇതിപ്പോൾ ഇത്രയും ബ്ലഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ വ്യക്തി മരിച്ചിട്ടുണ്ടാവണം. അയാൾ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതിനിപ്പോൾ ഇൻവെന്റർ ആണെന്നുണ്ടെങ്കിൽ ആരാണ് ഇവരെ ക്രയോപോഡിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്? ഇനിയിപ്പോൾ ഇത് ഇൻവെന്ററിന്റെ ബ്ലഡ് അല്ല, മറ്റാരോ ആണ് ഇവിടെ മരിച്ചതെന്നുണ്ടെങ്കിൽ ഇൻവെന്റർ ഇവിടെ? ഇൻവെന്റർ അല്ലാതെ മറ്റാർക്കാണ് ഇങ്ങോട്ട് ആക്സസ് ഉള്ളത്? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇവർക്കുണ്ടാകുന്നു. കൂടുതൽ എന്തിനും ഏതിനും ചാടി കയറി ദേഷ്യപ്പെടുന്ന സോൾജിയർ ഈ സ്ഥലത്തുനിന്ന് എന്ത് ചെയ്തിട്ടാലും പുറത്തു പോകണം തീരുമാനിക്കുന്നുണ്ട്. നീയൊക്കെ ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നു, എത്രയും വേഗം ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പുറത്തു പോകാനായിട്ട് എയർലോക്ക് ഉള്ള അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ എഞ്ചിനീയർ അവനെ തടയുന്നു. വെയിറ്റ്, ഇവിടുന്ന് ഒരാളും പുറത്തു പോകത്തില്ല. പുറത്ത് എന്താ കണ്ടീഷൻ എന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലല്ലോ. അതിനാരെങ്കിലും ആദ്യം പുറത്തിറങ്ങി നോക്കിയെങ്കിലല്ലേ പറ്റൂ. പുറത്ത് എന്ത് കണ്ടീഷൻ ആണെങ്കിലും ഞാൻ പൊക്കോളാം, നിങ്ങൾ റിസ്ക് എടുക്കണ്ട. എന്നാൽ ബയോകെമിസ്റ്റ് സോൾജിയറിനെ പിടിച്ചു നിർത്തിയിട്ട്, ഡാ നീ കാണിക്കുന്ന മഹാമണ്ടത്തരവാ. നീ പുറത്തു പോയാൽ നിനക്ക് മാത്രമല്ല പ്രശ്നം, ഞങ്ങൾക്കും പ്രശ്നമാണ്. നീ ആ എയർലോക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മേ ബി ഈ ഭൂമി വല്ല വൈറസിനാൽ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ, അല്ല സൺഫ്ലെയർ ആണെങ്കിൽ, ഓർ എന്തെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും മരിക്കും. നിസാരം എയറിലൂടെ പടരുന്ന എന്തെങ്കിലും വൈറസ് ആണെങ്കിലോ, നീ ആ എയർലോക്ക് ഓപ്പൺ ചെയ്യുന്ന ആ സെക്കൻഡിൽ അത് അകത്ത് കയറും. നീയും മരിക്കും, ഞങ്ങൾ എല്ലാവരും മരിക്കും. ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ പുറത്ത് എന്താണെന്ന് അറിയുന്നത് വരെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇവൻ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് വേണം, ലൈറ്റ് വേണം. ഇവിടെ ഇപ്പോഴും പ്രോപ്പറായിട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുവേണ്ടി ഇവർ വിശദമായിട്ട് തിരയുമ്പോൾ പവർ സെറ്റിംഗ്സ് ഒക്കെ എവിടെയാണെന്ന് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബയോകെമിസ്റ്റും അതേപോലെ സോൾജിയറും അവർ രണ്ടാളും കൂടെ പവർ ഓൺ ചെയ്യാൻ പോകുന്നു. അവിടെയാണെങ്കിലോ ഒരുമാതിരി ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പവർ സിസ്റ്റം, കെട്ടുകണക്കിന് വയേഴ്സും അതിൽ പല വയേഴ്സും തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ ബങ്കറിൽ പ്രോപ്പറായിട്ട് എല്ലായിടത്തും പവർ എത്തിക്കാൻ തന്നെ ഇവിടെ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഈ കുരുങ്ങിക്കിടക്കുന്ന വയേഴ്സ് ഒക്കെ മാറ്റാനുണ്ട്. ബയോകെമിസ്റ്റ് വയേഴ്സ് ഒക്കെ മാറ്റി പിടിക്കുന്നു. പുള്ളിക്കാരൻ അങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സോൾജിയർ അവനറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ നോക്കുന്നു. കുറേ അധികം വയേഴ്സ്, നല്ല ഭാരമുള്ള വയേഴ്സാണ് ബയോകെമിസ്റ്റ് അങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുന്നത്. ആൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ഇത്രയും വെയിറ്റ് ഉള്ള സാധനം എത്ര നേരം എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ കൈ വിട്ടുപോയി. നമ്മുടെ സോൾജിയറിന്റെ മീതേക്ക് വയേഴ്സ് എല്ലാം കൂടെ വീണ് അതിൽ പ്രോപ്പർ കവറിംഗ് ഇല്ലാത്ത വയേഴ്സിൽ നിന്ന് അവനെ കറണ്ട് അടിക്കുന്നുണ്ട്. സോൾജിയറിന്റെ ശരീരമൊക്കെ മുറിഞ്ഞ് ചോര വരുന്നു. വയേഴ്സ് ചെന്ന് കൊണ്ടത് അവന്റെ ഹേർട്ടിന്റെ ആ ഭാഗത്തായിരുന്നെങ്കിലും പുള്ളിക്കാരന്റെ പുറം, അതായത് ബാക്ക് സൈഡാണ് മുറിഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം ഒട്ടും സെൻസ് മേക്കിംഗ് ആയിരുന്നില്ല. വയേഴ്സ് ചെന്ന് കൊണ്ടതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ശരീരഭാഗം മുറിയുക. നമ്മുടെ ബയോകെമിസ്റ്റ് ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ടെൻഷനിലും ബഹളത്തിലും പുള്ളിക്കാരൻ ഇത് മറ്റാരോടും ഷെയർ ചെയ്യുന്നില്ല. വേദന കാരണം സോൾജിയറും അത് എടുത്ത് പറയുന്നില്ല. എന്തായാലും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെ എന്തായാലും തൽക്കാലത്തേക്ക് പവറിന്റെ കാര്യം, ലൈറ്റിന്റെ കാര്യം ഓക്കെ ആയി. പക്ഷേ ലൈറ്റ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇവർക്ക് ജീവിക്കണമെങ്കിൽ ഫുഡ് വേണ്ടേ? അങ്ങനെ ഫുഡിന് വേണ്ടി ഇവരൊക്കെ സെർച്ച് ചെയ്ത് ചെല്ലുമ്പോൾ അത്യാവശ്യം വലിയ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള, പാസ്വേഡ് ലോക്കൊക്കെ ഉള്ള ഒരു സെക്ഷനിൽ ഒരുപാട് ഫുഡ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ 3 ഡിജിറ്റ് പാസ്കോഡ് വേണം. ആകെ 3 തവണ മാത്രമേ പാസ്കോഡ് എൻ്റർ ചെയ്യാൻ പറ്റൂ. എന്താണ് പാസ്കോഡ് എന്ന് ഇവർക്ക് യാതൊരു ഐഡിയയും ഇല്ല. ആദ്യം ഇവരുടെ ചിന്ത പോകുന്നത് ഇവരുടെ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള നമ്പർ 3 ഡിജിറ്റ് ആണല്ലോ, 001 മുതൽ 005 വരെ. ഈ കൂട്ടത്തിൽ 004 മാത്രം, അതായത് നമ്മുടെ സോൾജിയറിന്റെ നമ്പർ മാത്രം അവന്റെ യൂണിഫോമിൽ ബാക്കിയുള്ളവരുടെ കൂടെ അത്ര തെളിഞ്ഞു കാണുന്നില്ല. അതൊരു ക്ലൂ ആയിരിക്കുമോ? ഇത് ഓപ്പൺ ചെയ്യുന്ന കോഡ് 004 ആയിരിക്കുമോ എന്ന് കരുതി ഇവരത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ബട്ട് അത് 004 ആയിരുന്നില്ല. ഇനി ഇവർക്ക് 2 തവണ കൂടി ശ്രമിക്കാൻ പറ്റൂ. ഒരു ഉദ്ദേശവുമില്ലാതെ ഉള്ള ചാൻസ് വെറുതെ കളയണ്ടെന്ന് കരുതി ഇനിയിപ്പോൾ ആ പാസ്വേഡ് ലോക്കിൽ തൊടാനേ പോകണ്ട, നമുക്ക് മറ്റെവിടെയെങ്കിലും ഫുഡ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇവർ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ഇവർക്ക് വളരെ കുറച്ച് ദിവസത്തേക്ക് പിടിച്ചു നീക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡും ഇവർ കണ്ടെത്തുന്നുണ്ട്. ഈക്വലായിട്ട് എല്ലാവർക്കും ഫുഡ് ഷെയർ ചെയ്തു. കരുതലോടെ വേണം ഫുഡ് കഴിക്കാൻ. അനാവശ്യമായിട്ട് ഫുഡൊന്നും ചിലവാക്കി കളയരുതെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫുഡൊക്കെ കിട്ടി, എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ കൂളാവാം. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ, കൂടെയുള്ള ആളെ സംശയിച്ചുകൊണ്ട് നിൽക്കേണ്ടതില്ല എന്നൊരു മനോഭാവത്തിലേക്ക് എത്തുന്ന ഇവര് അവിടുന്ന് തന്നെ കിട്ടുന്ന ഒരു ഗെയിം ഒക്കെ കളിക്കുന്നൊക്കെയുണ്ട്. ഡിജിറ്റൽ ഗെയിമൊന്നുമല്ല, ഒരു ഗെയിം ബോർഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാർഡ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കളിക്കുന്നു. ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടായിട്ട് പുള്ളിക്കാരിക്ക് വയ്യാതാവുന്നുണ്ട്. അവളുടെ ക്രയോ ബോർഡിലേക്കുള്ള കണക്ഷൻ പ്രോപ്പർ അല്ലായിരുന്നല്ലോ. ബാക്കിയുള്ളവരെല്ലാം അവളെ പിടിച്ചുകൊണ്ട് പോയി കിടത്തുന്നു. ഡോക്ടറിന് വയ്യാതായപ്പോൾ നമ്മുടെ ബയോകെമിസ്റ്റിന് അവളുടെ കാര്യത്തിൽ ഒടുക്കത്തെ ശ്രദ്ധ. നിങ്ങളൊക്കെ പോകോ, ഞാൻ ഡോക്ടറിന്റെ കാര്യം നോക്കിയോളാം എന്നൊക്കെ
പറഞ്ഞ് അവിടെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സൈക്കോളജിസ്റ്റ് ഇവനെ ഓടിച്ചു വിടുന്നു. ഇല്ല, നീ പൊക്കോ, ഞാൻ ഇവളെ നോക്കിക്കോളാം. ശേഷം അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം വയ്യാതായ നമ്മുടെ ഡോക്ടർ ഇപ്പോൾ ഏകദേശം നോക്കിയായി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആരോ ബാത്റൂമിന്റെ ഡോർ തുറക്കുന്നു. ആറപ്പ എന്ന് പറഞ്ഞ് ഇവള് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണാനില്ല. ആരോ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, അത് ഉറപ്പാണ്. ഇവള് തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾ അവിടുന്ന് മാറിപ്പോയി. 3 ആണുങ്ങളുണ്ടല്ലോ, അവന്മാരിൽ ഏതോ ഒരുത്തനാണ്, ഏതോ ഒരു ഞരമ്പനുണ്ട് കൂട്ടത്തിൽ. കട്ടായാൽ അടുത്ത സീനിൽ നമ്മുടെ ഡോക്ടറെയാണ് കാണിക്കുന്നത്. നോക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. 6 ബുള്ളറ്റ് ഇടാൻ പറ്റുന്ന ആ ഗണ്ണിൽ ഇപ്പോൾ 5 ബുള്ളറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനർത്ഥം കഴിഞ്ഞ ദിവസം ഇവരെല്ലാവരും കേട്ട ആ ഒരു ഗൺ ഫയറിംഗ് അത് ചെയ്തത് ഇവൻ തന്നെയാണ്. അതിനൊക്കെ ശേഷം സോൾജിയർ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്നു. കഴിഞ്ഞ ദിവസം ഇവനുണ്ടായ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മരുന്നിനൊക്കെ വേണ്ടിയാണ് ചെല്ലുന്നത്. ഈ ബങ്കറിൽ തന്നെ ഡോക്ടറിന് ആവശ്യമായിട്ടുള്ള ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇവൻ ആവശ്യമായിട്ടുള്ള മരുന്നൊക്കെ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ പുള്ളിക്കാരി ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ സോൾജിയർ ഡോക്ടറിനെ തടയുന്നുണ്ട്. കാരണം സോൾജിയറിന് ഇവരെ ആരെയും വിശ്വാസമില്ല. ബാക്കിയുള്ള 4 പേര് പ്രധാനമായി സംശയിക്കുന്നത് സോൾജിയറിനെയാണ്. എന്നാൽ സോൾജിയറിന് ഇവരെ എല്ലാവരെയും സംശയമാണ്. ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇവരെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണ്ടേ. പക്ഷേ ഇവരുടെ ഇടയിൽ അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം മാത്രമാണ്. ഈ സമയത്തൊക്കെ നമ്മുടെ എഞ്ചിനീയർ ഡോക്ടറിന്റെ ക്രയോ പോർട്ടിലേക്ക് പോകുന്ന ഒരു കണക്ഷനൊക്കെ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ ഇവിടെയുള്ള ഓരോരോ ആളുകളെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ പ്രത്യേകം ചെക്ക് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡോക്ടറിന് തന്നെയാണ് മെഡിക്കൽ സപ്പോർട്ട് വേണ്ടത്. ബാക്കി 4 പേർക്കും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഡോക്ടറിനാണ് പ്രശ്നം. പുള്ളിക്കാരിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണു പോകുന്നത്, അവളുടെ ശരീരം ഒരുമാതിരി തണുത്തുറയുന്ന പോലെ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ സൈക്കോളജിസ്റ്റ് പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ക്യാമറ യൂസ് ചെയ്ത് ഇവിടെയുള്ള ആളുകളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യണമല്ലോ. പുള്ളിക്കാരി നമ്മുടെ സോൾജിയറിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു, അവൻ വർക്ക് ചെയ്ത ബാച്ച്, യൂണിറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നും അവൻ ഓർമ്മയില്ല. ക്രയോബോഡിയിൽ നിന്ന് ഇറങ്ങി 2 ദിവസമായി. ഇത്രയും സമയമായിട്ടും ഇവരുടെ ഓർമ്മകളൊന്നും തിരിച്ചു വന്നിട്ടില്ല. ആകെ നമ്മുടെ സൈക്കോളജിസ്റ്റിന് മാത്രമാണ് എന്തൊക്കെയോ കുറേ സ്വപ്നങ്ങൾ പോലെ, കുറച്ച് വിയേർഡ് ആയിട്ടുള്ള കുറച്ച് സ്വപ്നങ്ങൾ പോലെ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ കാണാൻ പറ്റിയത്. ഇന്നേരം ആ കണക്ഷനൊക്കെ പോകുന്ന റൂമിൽ അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എഞ്ചിനീയർ അവിടെ വെച്ചിരിക്കുന്ന ഒരു ക്യാമറ കാണുന്നുണ്ട്. ആർക്കും അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ക്യാമറയൊക്കെ ഒളിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനർത്ഥം ഇൻവെന്റർ ഇവിടെ എവിടെയോ ഉണ്ട്. ഇൻവെന്റർ ആരാണെങ്കിലും ആ പുള്ളിക്കാരൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ രഹസ്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു പക്ഷേ വരേണ്ട സമയമായിട്ടില്ലായിരിക്കും. പുള്ളി വരേണ്ട സമയത്ത് കൃത്യമായിട്ട് പുള്ളിക്കാരൻ ഇവിടെ എത്തുമെന്നുള്ള ഒരു അസംഷനിൽ എഞ്ചിനീയറും അത് വലിയ കാര്യമാക്കുന്നില്ല, മറ്റാരോടും പറയുന്നുമില്ല. നമ്മുടെ ഡോക്ടർ അവിടെ ബയോ കെമിസ്റ്റിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ പുള്ളിക്കാരി ഇവനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ഒരു മുടി ഇവന്റെ മേത്ത് വീഴുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്തു, അവളുടെ ആരോഗ്യനിലയെ പറ്റി എന്തെങ്കിലും ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് കരുതി ഈ മുടി എടുത്തുകൊണ്ട് പോയി മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്നുണ്ട്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഡോക്ടറിന്റെ മുടി തണുത്തുറഞ്ഞ് കട്ടി പിടിച്ചു പോയി. അത് കണ്ട് ബയോ കെമിസ്റ്റ് ഒരുമാതിരി അങ്ങായി പോയി. ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതേ അല്ല. ഒരു മനുഷ്യന്റെ മുടി നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഉറഞ്ഞു പോവുക, അതും പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ. അവളുടെ മുടി ഇങ്ങനെ തണുത്തുറഞ്ഞു പോകാനുള്ള യാതൊരു സാഹചര്യവും ഇവിടെയില്ല. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഇനിയൊരു പക്ഷേ ഡോക്ടറിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈറസ് ഉണ്ടാവുമോ? ഇത്ര മാരകമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഡോക്ടർ എന്നുള്ള കാര്യം ഇവൻ നമ്മുടെ ഡോക്ടറിനോടും അതേപോലെ സൈക്കോളജിസ്റ്റിനോടും പറയുന്നുണ്ട്. ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് നീ പറയുന്ന പോലെ ഇത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഒന്നുമല്ല. നമ്മളെല്ലാവരും ഒരുപാട് നാളായിട്ട് ക്രയോബോർഡിലായിരുന്നിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ശരീരം ഇതുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളായിരിക്കും. അല്ലാതെ നീ പറയുന്ന പോലെ പ്രശ്നമൊന്നും കാണത്തില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ബാക്കിയുള്ളവരെ ടെൻഷൻ ആക്കാതിരിക്കാനും അവരിവളെ ഒറ്റപ്പെടുത്താതിരിക്കാനും വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ ഡോക്ടറിന് വല്ല മാരക രോഗമാണെന്ന് കണ്ടുപിടിച്ചാൽ അതിനിപ്പോൾ പകരുന്നത് കൂടിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ റെസ്പോൺസ് അത്ര നന്നായിരിക്കില്ലെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റും ബയോ കെമിസ്റ്റും അവിടുന്ന് പോയതിനു ശേഷം പുള്ളിക്കാരി സ്വയം അവരുടെ ബ്ലഡ് എടുക്കുന്നുണ്ട്. ടെസ്റ്റ് ട്യൂബിലെടുത്ത ബ്ലഡ് നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് ഐസായി പോകുന്നത്. അതിനർത്ഥം ഡോക്ടർ ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിലാണ്. അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പുള്ളിക്കാരി കടന്നു പോകുന്നത്. ശേഷം അടുത്ത ദിവസം നമ്മുടെ സൈക്കോളജിസ്റ്റ് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് പോയി ക്യാമറയൊക്കെ ഓൺ ചെയ്തു വെച്ച് കുറേയധികം ചോദ്യങ്ങൾ പുള്ളിക്കാരിയോട് ചോദിക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ തവണയും തുടങ്ങുന്ന പോലെ തന്നെ ഡോക്ടറിന്റെ പേരെന്താണ്, അവളുടെ പേരൻസിനെ ഓർമ്മയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അവളുടെ ജോലിയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഏത് ഹോസ്പിറ്റലിലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതൊന്നും ഡോക്ടർക്ക് ഓർമ്മയില്ല. ഡോക്ടർ അവളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്ത ഫീലാണ് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാകുന്നത്. എനിക്കൊരുമാതിരി ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ. വാട്ട്, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനോ? ഡോക്ടർ, നിങ്ങൾ സ്വഭാവത്തോട് തന്നെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെ സൈക്കോളജിസ്റ്റ് ചോദിച്ചതും ഡോക്ടർ ഒരുമാതിരി വല്ലാതെ ബിഹേവ് ചെയ്യുന്നതും ഒരുമിച്ചായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി സൈക്കോളജിസ്റ്റിനോട് സമയമായി എന്ന് പറഞ്ഞു. തൊട്ടടുത്ത സെക്കൻഡിൽ ദേ നമ്മുടെ സോൾജിയർ ഇവർ 2 ആൾ ഇരുന്ന് സംസാരിക്കുന്ന അങ്ങോട്ട് കയറി വന്ന് സമയമായി എന്ന് പറയുന്നു. നമ്മുടെ സൈക്കോളജിസ്റ്റ് ആകെ അങ്ങ് ഞെട്ടിപ്പോയി. ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞ പോലെ പുള്ളിക്കാരിക്ക് ഫ്യൂച്ചറൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോൾജിയർ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് സമയമായി എന്ന് പറഞ്ഞ എന്തിനാണെന്നാൽ ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റേ ബയോ കെമിസ്റ്റ് ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ ഇവിടുന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. പ്രോപ്പർ പ്രൊട്ടക്ഷനോട് കൂടി പുറത്ത് എന്താണ് അവസ്ഥ, ഭൂമിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് സ്യൂട്ടൊക്കെ ധരിച്ച് പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പുറത്തെ സിറ്റുവേഷനൊക്കെ അറിയാനായിട്ട് ഇവൻ ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ ധരിച്ച് പുറത്തു പോകുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് പുള്ളിക്കാരൻ തിരിച്ചു വരുമ്പോഴോ ഭൂമി ആകെ മൊത്തം നശിച്ചു കിടക്കുവാണ്. പുറത്തിറങ്ങിയാൽ അപ്പം മരിക്കും എന്നുള്ള അവസ്ഥയാണെന്ന് പറയുന്നു. ഇവരുടെ ഒരു അവസ്ഥയെ ഇതും കൂടെ കേട്ടതോടെ ആകെ മൊത്തം ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിലായി പോയി. നമ്മുടെ ഡോക്ടറൊക്കെ വിഷമിച്ച് തങ്ങളുടെ മരണം ഇവിടെ തന്നെയാണെന്ന് ഉറപ്പിച്ച അവസ്ഥയാണ്. കാരണം പുറത്തേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ടെന്നാണ് ബയോ കെമിസ്റ്റ് പറയുന്നത്. ഇതിനകത്ത് ഇവർക്ക് വളരെ കുറച്ച് ഫുഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ താനും. ഇവർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ പോലുള്ള ആ ഒരു ചേമ്പർ ഓപ്പൺ ചെയ്യാൻ സാധിച്ചാൽ അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ഫുഡും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ദെൻ അതിനൊക്കെ ശേഷം 4-ാം ദിവസം നമ്മുടെ സൈക്കോളജിസ്റ്റ്
എഞ്ചിനീയറിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഡോക്ടറിന്റെ ഇപ്പോഴത്തെ ആരോഗ്യനിലയ്ക്കും അവളുടെ പോഡിനും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, പോഡിന്റെ എഞ്ചിനീയറിംഗിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ഉടനെ സൈക്കോളജിസ്റ്റ് ക്യാമറ ക്ലോസ് ചെയ്തു. എന്നാൽ പുള്ളിക്കാരി ക്യാമറ ഓഫ് ചെയ്തില്ല, സ്റ്റിൽ റെക്കോർഡിംഗിലാണ്. എഞ്ചിനീയറിനെ പറ്റിക്കാൻ വേണ്ടി ജസ്റ്റ് ക്യാമറ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എഞ്ചിനീയറും ക്യാമറ ഓഫ് ആണല്ലോ എന്നുള്ള മട്ടിൽ സത്യങ്ങളൊക്കെ ഇവളോട് തുറന്നു പറയുന്നു. അതായത് ഡോക്ടറിന്റെ പോഡിലേക്കുള്ള കണക്ഷനിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമറയിലെ മെമ്മറി ഫുള്ളായി. അതിൽ നിന്നൊരു ബീപ്പ് സൗണ്ടും ഉണ്ടായി. സൈക്കോളജിസ്റ്റ് ക്യാമറ ഓഫ് ചെയ്തിരുന്നില്ല, താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ റെക്കോർഡായിട്ടുണ്ടെന്ന് ഇവന് മനസ്സിലായി. ഉടനെ എഞ്ചിനീയർ എഴുന്നേറ്റ് ക്യാമറ ശരിക്കും ഓഫ് ചെയ്ത് വെച്ചിട്ട്, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇൻവെന്റർ എന്നൊരാളുണ്ട്, അയാൾ വരും, നമ്മളെ രക്ഷിക്കും. ഒരു സമാധാനത്തിന് അങ്ങനെ വിശ്വസിക്കാം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ശേഷം നമ്മുടെ സൈക്കോളജിസ്റ്റ് ആവട്ടെ പുള്ളിക്കാരിയെ കിട്ടിയിട്ടുണ്ടായിരുന്ന ബുക്കിനകത്ത് 009 എന്ന് ഒരു പ്രത്യേക രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഒരുപക്ഷെ ആ 009 എന്ന് എഴുതിയതായിരിക്കും ആ ഒരു ചേംബറിലേക്ക് എൻ്റർ ആവാനുള്ള കോഡെന്ന് കരുതി ആ കോഡ് ജസ്റ്റ് എൻ്റർ ചെയ്ത് നോക്കുന്നുണ്ട്. കഷ്ടകാലത്തിന് അതല്ലായിരുന്നു കോഡ്. ഇനിയിപ്പോൾ ഒരേ ഒരു തവണ മാത്രമേ ഇവർക്ക് ശ്രമിക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ ഒരാളും ഇതിൽ തൊടുവേ വേണ്ടെന്ന് അവർ തീരുമാനമെടുത്തു. ലാസ്റ്റ് ചാൻസ് ആണ്, അതും കൂടെ കളഞ്ഞാൽ പിന്നെ ചേംബർ തുറക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇതിൻ്റെ പാസ്വേഡ് എന്താണെന്ന് മനസ്സിലാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ക്ലൂ കിട്ടുന്നത് വരെ ഒരാളും ഇങ്ങോട്ട് വരാനേ പാടില്ല എന്ന് അവർ തീരുമാനമെടുത്തു. ഇതേ സമയം തന്നെ നമ്മുടെ ഡോക്ടർ ആവട്ടെ പുറത്തേക്ക് പോകാനുള്ള രണ്ടാമത്തെ വഴിയിലൂടെ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ബയോ കെമിസ്റ്റ് അവിടെ വന്ന് അവളെ തടഞ്ഞു. എന്തിന്റെ പ്രശ്നം, നീ എന്തുദ്ദേശിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അവരൊക്കെ ഈ വിഷയം അറിഞ്ഞാലുണ്ടല്ലോ. നിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്ത് കരുതി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും ആവത്താണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും സമയം ഇവിടെ പിടിച്ചു നിൽക്കാം. ഒരുപക്ഷെ എഞ്ചിനീയർ പറയുന്ന പോലെ ഇൻവെന്റർ വന്നാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഇന്നേരത്തെ സോൾജിയർ വേറൊരു വിഷയം പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇവർക്കെല്ലാവർക്കും ഈക്വലായിട്ട് ഫുഡ് ക്യാൻസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നോക്കുമ്പോൾ ഒരു ഫുഡ് ക്യാൻ അതിൽ നിന്ന് മിസ്സായിരിക്കുന്നു. ആരുടെ ഇവിടെ ചോദിക്കാതെ പറയുന്ന ഫുഡ് എടുത്ത് കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ബഹളം വെക്കുന്നത്. ആരോടും ചോദിക്കാതെ പറയുന്ന ഫുഡ് എടുത്ത് കഴിച്ചത് മറ്റാരുമല്ല, നമ്മുടെ ഡോക്ടറാണ്. പുള്ളിക്കാരുടെ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് നേരം വിശന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇതൊന്നും അങ്ങോട്ട് സോൾജിയറിന് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഡീൽ ഇങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ച ശരിയാവത്തില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ചൂടാവുന്നു. തുടർന്ന് ബാക്കിയുള്ളവരൊക്കെ ഇടപെട്ട് ഇവരെ രണ്ടുപേരെയും സമാധാനിപ്പിക്കുന്നു. ഇനിയും ഡോക്ടറിന്റെ കണ്ടീഷൻ ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് സൈക്കോളജിസ്റ്റ് ഫുഡ് കൊടുത്തോളാം എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമ്മുടെ സോൾജിയറും സമാധാനപ്പെട്ടു. ശേഷം നമ്മുടെ സൈക്കോളജിസ്റ്റ് പുള്ളിക്കാരിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ദ ഡിവൈൻ കോമഡി എന്നുള്ള ബുക്ക് തുറന്നു നോക്കുമ്പോൾ ഇവരുടെയൊക്കെ ഫോട്ടോ അതിലുണ്ട്. നമ്മുടെ ബയോ കെമിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടറുണ്ട്, അതേപോലെ എഞ്ചിനീയറും ഉണ്ട്. അഞ്ചാമതായിട്ട് ഒരാളുണ്ട്, പക്ഷേ ആളുടെ തല കാണാൻ പറ്റുന്നില്ല. ആളുടെ ആ തലയുടെ ഭാഗം ആരോ കീറി മാറ്റിയിരിക്കുന്നു. അഞ്ചാമതായിട്ട് മോസ്റ്റ് പ്രോബ്ലി ഉണ്ടാവേണ്ടത് സോൾജിയർ ആണ്. ഒരുപക്ഷെ സോൾജിയർ അല്ലെങ്കിലോ, അതായത് ഈ സോൾജിയർ പുറത്തുനിന്ന് വന്ന ആളാണെങ്കിലോ. ശരിക്കും ഇവരുടെ ടീമിൽ 5 പേരുണ്ട്, അതാ ഫോട്ടോയിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ കൂട്ടത്തിൽ ഒരാളുടെ മാത്രം മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ടീമിലുള്ള 5ാമത്തെ ആൾ ഈ സോൾജിയർ ആയിരിക്കത്തില്ല, അവൻ പുറത്തുനിന്ന് വന്നവനായിരിക്കും. ഈ ടീമിലെ 5ാമത്തവനെ ഈ സോൾജിയർ കൊന്നിട്ടുണ്ടാവാം എന്ന് ഇവൾ വിചാരിക്കുന്നു. സോൾജിയറുടെ പെരുമാറ്റവും അവന്റെ ആ ഒരു ദേഷ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ടീമിന് പറ്റിയവനാണ്, ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയവനാണെന്ന് തോന്നുന്നില്ല. തുടർന്ന് ഇവർ ഈ ഫോട്ടോയെ പറ്റിയുള്ള കാര്യങ്ങൾ സോൾജിയറിനോട് ചോദിക്കുന്നു. സോൾജിയർ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ എടുത്ത് ഇവർക്ക് നേരെ ചൂണ്ടി. ഗണ്ണും കൂടെ കണ്ടതോടെ ബാക്കിയുള്ളവർക്ക് ഒരു കാര്യം ഉറപ്പായി, ഇവൻ തന്നെയാണ് ചതിയൻ. തങ്ങൾക്ക് 4 പേർക്ക് മാത്രമേ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതായിട്ടുള്ളൂ. ഈ സോൾജിയറിന് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അവൻ തങ്ങളെ ഈ കെണിയിൽ പെടുത്തിയതാണ്, അതുകൊണ്ട് അവൻ എന്തോ ലാഭമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. എല്ലാവരും തനിക്കെതിരെ സംസാരിക്കുമ്പോൾ സോൾജിയറും ഇവരോടൊക്കെ ദേഷ്യപ്പെട്ട് അവിടുന്ന് മാറിപ്പോകുന്നു. അപ്പോൾ താണ്ടെ ഒട്ടും വയ്യാതിരുന്ന് നമ്മുടെ ഡോക്ടർ അങ്ങോട്ട് നടന്നു വന്ന് ഇവരുടെ മുന്നിൽ വെച്ച് മയങ്ങി വീണു. ഡോക്ടറിന്റെ കണ്ടീഷൻ അത്രത്തോളം മോശമാണ്. പുള്ളിക്കാരിക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടിയില്ലെങ്കിൽ അവൾ മരിച്ചു പോകും. ഇവരുടെയൊക്കെ അറിവ് വെച്ചിട്ട് ഡോക്ടറിന് ഇപ്പോൾ ഇലക്ട്രോ കൺക്ലൂസീവ് തെറാപ്പി വേണം. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾക്കേ അറിയൂ, അത് സോൾജിയറിനാണ്. ഇക്കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ ബയോ കെമിസ്റ്റ് സോൾജിയറിന്റെ അടുത്ത് ചെയ്യുന്നു. ഡോക്ടറിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ പറഞ്ഞപ്പോൾ സോൾജിയറും സഹായിക്കാവൻ സമ്മതിച്ചു. എന്നാൽ ഇതൊരു ട്രാപ്പായിരുന്നു. സോൾജിയർ ബയോ കെമിസ്റ്റിന്റെ കൂടെ അവിടുന്ന് പോകുന്ന സമയം നമ്മുടെ എഞ്ചിനീയർ അവിടെ ഒളിച്ചിരുന്ന് സോൾജിയറിനെ അറ്റാക്ക് ചെയ്തു. സോൾജിയറിന്റെ കയ്യിലുള്ള ഗണ്ണ് സ്വന്തമാക്കുക, അവനെ എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിടുക, അതാണ് അവരുടെ ഉദ്ദേശം. നോക്കുമ്പോൾ സോൾജിയറിന്റെ കയ്യിലെങ്കിൽ ഗണ്ണില്ല. പുള്ളിക്കാരൻ അത് മറ്റെവിടെയോ ഒളിപ്പിച്ചു വെച്ചു. ഗണ്ണില്ലാത്തതുകൊണ്ട് സോൾജിയറിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എഞ്ചിനീയർ നല്ല രീതിയിൽ സോൾജിയറിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് അടിച്ചവനെ ബോധം കെടുത്തി കെട്ടിയിട്ടു. സോൾജിയറിന് ബോധം വന്നു. ഇവന്മാർ അവനോട് ഗണ്ണ് എവിടെയും ചോദിക്കുന്നു. എന്നാൽ അവൻ പറയാൻ കൂട്ടാക്കുന്നില്ല. അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഗണ്ണ് എവിടെയെന്ന് പറയിപ്പിക്കാൻ വേണ്ടി എഞ്ചിനീയർ പോകുന്ന ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും എത്ര അടി കൊണ്ടിട്ടും സോൾജിയർ ഒന്നും വിട്ടു പറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ ഒരു സോൾജിയർ ആണല്ലോ. എത്ര അടി കൊണ്ടു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് അങ്ങേർക്ക്. ദെൻ 5ാം ദിവസം ഡോക്ടറിന്റെ കണ്ടീഷൻ വളരെ വളരെ ക്രിട്ടിക്കലാണ്. പുള്ളിക്കാരിക്കൊന്നും നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. എന്തിന് കിടക്കെ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അമ്മാതിരി അവസ്ഥയിലായി. പുള്ളിക്കാരി മരിക്കുമെന്ന് ഇവർക്ക് എല്ലാവർക്കും ഉറപ്പായി. ഒരുപക്ഷെ പുള്ളിക്കാരിയെ വീണ്ടും ആ ക്രയോബോർഡിനകത്തിട്ടാൽ അവരുടെ ബോഡി ഹീൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ക്രയോബോർഡ് എക്സ്പെരിമെന്റ് എന്തിനാണെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ ഇവളെ വീണ്ടും ക്രയോബോർഡിലാക്കുന്നതിനോട് ഇവർക്ക് യോജിപ്പില്ല. ശേഷം ബാക്കി 3 പേരും സോൾജിയറിന്റെ അടുത്തിരുന്നു. അവനാണെങ്കിലോ അവനെ കെട്ടിയിട്ടിരുന്ന കെട്ടൊക്കെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളാണ് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത്. എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് ഇവിടുന്ന് പുറത്തു പോയാൽ മതി, ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിക്കാൻ വരരുത്. ഇവൻ ഇങ്ങനെ കൂടെ പറയുന്നത് കേട്ടതോടെ എഞ്ചിനീയറിന്റെ ഭാവം അങ്ങ് മാറി. ശരി, നിനക്ക് പുറത്ത് പോകണമല്ലേ, നീ പുറത്ത് പോടാ എന്നും പറഞ്ഞ് നേരത്തെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന രക്തമൊക്കെ പുരണ്ട ഒരു വാളുണ്ടല്ലോ, ആ വാളും എടുത്ത് നമ്മുടെ സോൾജിയറിന് നേരെ ചെല്ലുകയാണ് എഞ്ചിനീയർ. മറ്റാരും പറയുന്നത് എഞ്ചിനീയർ കേൾക്കുന്നില്ല. എഞ്ചിനീയർ ഭയങ്കര കലിപ്പില്. ഇവനിവിടുന്ന് പുറത്ത് പോകണമെന്നല്ലേ പറഞ്ഞേ, നീ പുറത്തു പോ. സൈക്കോളജിസ്റ്റ് ഒക്കെ എഞ്ചിനീയർ
എഞ്ചിനീയറോട് പറയുന്നുണ്ട്, വേണ്ട അങ്ങനെ ചെയ്യരുത്, അത് അവൻ ആപത്താണ്, അവൻ മരിച്ചു പോകുന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എഞ്ചിനീയർ കേൾക്കുന്ന ലക്ഷണമില്ല. ഇവനോട് പുറത്തു പോകണമെന്നല്ലേ പറഞ്ഞേ, അവൻ പുറത്തു പോട്ടെ. സോൾജിയറിനും അതാണ് ശരിയായ തീരുമാനം തോന്നുന്നു. ഇവിടുന്ന് പുറത്തു പോയി താൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, ഇതിനുള്ളിൽ കിടന്ന് ഇങ്ങനെ നരയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സോൾജിയർ പുറത്തു പോകുന്നു. അവനിപ്പോൾ എന്തുകൊണ്ടാ സംഭവിക്കാമെന്ന് യാതൊരു ഐഡിയയുമില്ല. പുറത്ത് ഭയങ്കര മാരകമായിട്ടുള്ള കണ്ടീഷനാണെന്നാണ് നേരത്തെ ബയോ കെമിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ പുറത്തിറങ്ങിയ ഉടനെ തന്നെ പുള്ളിക്കാരൻ മരിച്ചു പോയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അകത്തുള്ള 3 പേര് അവരുടെ കൂടെയുള്ള ഒട്ടും വയ്യാത്ത ഡോക്ടറിനെ വീണ്ടും ക്രയോപോഡിലാക്കുന്നു. അവളുടെ ക്രയോപോഡിന്റെ കണക്ഷനൊക്കെ നമ്മുടെ എഞ്ചിനീയർ ശരിയാക്കുന്നുണ്ടായിരുന്നു. സോ പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ക്രയോപോഡിന് മാത്രമേ അവളെ ഭേദമാക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് വീണ്ടും അവളെ ക്രയോപോഡിലാക്കി അവളൊരു സ്ലീപ്പിംഗ് കണ്ടീഷനിലേക്ക് പോകുന്നു. എന്നിട്ട് ആവശ്യത്തിലധികം ഫുഡും അവശ്യ സാധനങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചേംബർ, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ചേംബർ അടിച്ചു പൊട്ടിക്കാൻ നമ്മുടെ എഞ്ചിനീയർ ശ്രമിക്കുന്നുണ്ട്. 2 തവണ അതിൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് ശ്രമിച്ചു. 2 തവണയും പാസ്വേഡ് തെറ്റാണെന്നാണ് വന്നത്. ഇനിയിപ്പോൾ ഒരു ശ്രമം കൂടിയേ ബാക്കിയുള്ളൂ. പാസ്വേഡ് അറിയത്തില്ല, ഒരു ക്ലൂ പോലും ഇല്ല. ഈ ഒരു അവസ്ഥയിൽ ഇത് തല്ലിപ്പൊട്ടിച്ചിട്ടാണെങ്കിലും ഫുഡ് എടുക്കാൻ പറ്റിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇവർ. വലിയ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുള്ള പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു ചേംബർ എത്ര തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പൊട്ടാനോ അത് തുറക്കാനോ പറ്റത്തില്ല. വെറുതെ കുറേ സമയം എഞ്ചിനീയർ അതിൻ്റെ പുറത്ത് അടിച്ചടിച്ച് പുള്ളിക്കാരൻ്റെ കുറച്ച് എനർജി പോയത് മിച്ചം. ദെൻ അടുത്ത ദിവസം ഇപ്പോൾ ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് 3 പേരാണ്. നമ്മുടെ സൈക്കോളജിസ്റ്റ്, എഞ്ചിനീയർ, ബയോ കെമിസ്റ്റ്. ഈ 3 ആൾക്കും അവരുടെ ഓർമ്മകൾ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്, ഒരുപക്ഷേ ഈ ക്രയോ ടെസ്റ്റ് നമ്മുടെ ഓർമ്മകൾ തിരിച്ചു വരുമെന്ന് ടെസ്റ്റ് ചെയ്യാനാണെങ്കിലോ? എന്ത്? എങ്ങനെ? അല്ല, ഈ ക്രയോ സ്ലീപ്പിങ്ങിൽ പോകുന്ന മനുഷ്യർക്ക് അവരുടെ ഓർമ്മകൾ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? അതിനു വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇതെങ്കിലോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിനോടൊക്കെ നമ്മുടെ ഓർമ്മകൾ തിരിച്ചു വരേണ്ടതല്ലേ? യെസ്, അത് ശരിയാണ്. പക്ഷേ നമ്മൾ ഈ ബങ്കർ വിട്ട് പുറത്ത് പോയിട്ടില്ല. ഒരുപക്ഷേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിലോ? നമ്മുടെ ബ്രെയിന് പഴയ ഓർമ്മകൾ തിരിച്ചെടുക്കാൻ, റിക്കവർ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷനാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഡിസ്കഷൻ വന്നതോടുകൂടി നമ്മുടെ എഞ്ചിനീയർ എന്തായാലും ഇക്കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഓക്സിജൻ ക്യാൻ എടുത്ത് അതിൽ നിന്ന് മാക്സിമം ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയാണ് നമ്മുടെ എഞ്ചിനീയർ. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാത്തത് കാരണമായിരിക്കും തങ്ങൾക്ക് ഓർമ്മ തിരിച്ചു വരാത്തതെന്ന് കരുതി ഈ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അങ്ങേർക്ക് അത് നെഗറ്റീവായിട്ടാണ് അഫക്ട് ചെയ്യുന്നത്. അമിതമായിട്ട് ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്താൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് കൺട്രോൾ നഷ്ടപ്പെട്ട് ഒരുമാതിരി പരിസരബോധമില്ലാത്ത പോലെ ആയിപ്പോത്തില്ലേ? എഞ്ചിനീയറുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ നമ്മുടെ സൈക്കോളജിസ്റ്റിനെ തല്ലാൻ ശ്രമിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാതെ അവൾക്ക് നേരെ. സൈക്കോളജിസ്റ്റിന്റെ എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൃത്യസമയത്ത് നമ്മുടെ സോൾജിയർ അവിടെ വന്ന് എഞ്ചിനീയറിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ സോൾജിയറിനെ കൊണ്ടും അധിക സമയത്തേക്ക് അവനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. സോൾജിയറിനെയും തട്ടി മാറ്റിയിട്ട് വീണ്ടും നമ്മുടെ സൈക്കോളജിസ്റ്റിന്റെ കഴുത്തിനൊക്കെ പിടിച്ചിട്ട് അവൾ ഒരുമാതിരി വല്ലാതെ പുള്ളിക്കാരനെ ഹറാസ് ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിൽ സോൾജിയറും സൈക്കോളജിസ്റ്റിനും കൂടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ എഞ്ചിനീയറിനെ പിടിച്ച് അങ്ങേരുടെ ക്രയോപോഡിലിട്ട് ക്രയോപോഡ് ക്ലോസ് ചെയ്തു. എന്താ അവസ്ഥ? പഴയ മെമ്മറിയൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പോയിട്ട് ഇപ്പോൾ അവനെ തന്നെ ക്രയോപോഡിൽ അടയ്ക്കേണ്ട സിറ്റുവേഷൻ ആയി. പക്ഷേ ഈ സോൾജിയർ അങ്ങനെ ജീവനോട് തിരിച്ചു വന്നേ? പുറത്ത് ഭയങ്കര മാരകമായിട്ടുള്ള എയർ ആണെന്നൊക്കെയാണല്ലോ ആ ബയോ കെമിസ്റ്റ് പറഞ്ഞിരുന്നത്. ഇതിനെപ്പറ്റി സൈക്കോളജിസ്റ്റ് ചോദിക്കുമ്പോഴാണ് ബയോ കെമിസ്റ്റ് നേരത്തെ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണത്രേ. പുറത്തെ എയറിന് യാതൊരു പ്രശ്നവുമില്ല, ഭൂമി നല്ല രീതിയിൽ തന്നെയുണ്ട്, ഫ്രഷ് എയർ ആണ്. സോൾജിയർ ഇതൊക്കെ പറഞ്ഞ് നാവെടുത്തതും ബയോ കെമിസ്റ്റ് അവന്റെ പുറകിലൂടെ വന്ന് ആ വാൾ ഉപയോഗിച്ച് അവനെ കുത്തി. കൂട്ടത്തിലെ ചതിയൻ ഇവനായിരുന്നു. എന്തിനാണ് ഇവൻ ഇങ്ങനെ ചെയ്തതെന്നോ? ഡോക്ടറിന് വേണ്ടി. ഈ ഒരു ബങ്കറിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഡോക്ടർ സർവൈവ് ചെയ്യുമെന്ന് അവൻ ഉറപ്പില്ലായിരുന്നു. ഡോക്ടറിന്റെ കണ്ടീഷനൊക്കെ മോശമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരിയെ ക്രയോപോഡിൽ അടയ്ക്കുന്നതാണ് പുള്ളിക്കാരിയുടെ ജീവന് നല്ലതെന്ന് ഇവന് തോന്നി. പിന്നെ ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഡോക്ടറിനെ സെറ്റാക്കി എടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇവന് തോന്നിയ പോലെ ബാക്കിയുള്ളവരെയൊക്കെ ഒരുമാതിരി പൊട്ട് കളിപ്പിക്കുമായിരുന്നു ഇവൻ. ഇവരുടെ കൂട്ടത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തി. തുടർന്ന് ഈ സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി, അവൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ബയോ കെമിസ്റ്റ് നമ്മുടെ സൈക്കോളജിസ്റ്റിന് നേരെ വാളും കൊണ്ട് ചെല്ലുന്നുണ്ട്. അവളും എങ്ങനെയെങ്കിലും ഇവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഉദ്ദേശത്തിൽ ഓടി പോകുന്നു. ഇങ്ങനെ ഓടി പോകുന്നതിനിടയ്ക്ക് അവൾക്ക് വ്യത്യസ്ത തരം ഇല്യൂഷൻസോ ഡ്രീംസോ ഓർമ്മകളോ എന്തൊക്കെയോ ഉണ്ടാകുന്നുണ്ട്. ഈ ബങ്കറിലുള്ള പല പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പെട്ടെന്ന് ഓടി പോകുമ്പോൾ പുള്ളിക്കാരിക്ക് പാർഷ്യലി എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്. എന്നാൽ മുഴുവനായിട്ട് അതൊന്നും ഓർത്തെടുക്കാനും സാധിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ സൈക്കോളജിസ്റ്റ് കഷ്ടപ്പെട്ട് ബയോ കെമിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് നമ്മുടെ സോൾജിയറിൻ്റെ അടുത്ത് നിന്ന് പാതി ജീവനുമായിട്ട് കിടക്കുന്ന അവനെ അവൻ്റെ ക്രയോപോഡിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലല്ലേ അവനെ രക്ഷിക്കാൻ സാധിക്കൂ. എന്നാൽ അപ്പോഴേക്കും ബയോ കെമിസ്റ്റ് അവിടെ വന്ന് വീണ്ടും ഇവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. രക്ഷപ്പെടാൻ വേണ്ടി എങ്ങോട്ടൊന്നില്ലാതെ അവൻ ഓടിപ്പോകുന്ന നമ്മുടെ സൈക്കോളജിസ്റ്റ് എങ്ങനെയൊക്കെയോ നമ്മുടെ സോൾജിയർ ഒളിപ്പിച്ചു വെച്ച ഗണ്ണ് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ബയോ കെമിസ്റ്റിന് നേരെ ഗണ്ണ് ചൂണ്ടി. ഗണ്ണ് കണ്ടതോടെ ചെക്കൻ ആകെ അങ്ങ് പേടിച്ചു. ഇനിയിപ്പോൾ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൾക്ക് ആ ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്ന ഇവൻ, വേണ്ട എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ക്രയോപോഡിലേക്ക് തന്നെ പൊക്കോളാം എന്ന് പറയുമ്പോൾ ഇവളും അവന് നേരെ ഗണ്ണ് അങ്ങനെ എയിം ചെയ്ത് പിടിച്ച് അവൻ്റെ ക്രയോപോഡിൽ അവനെ അടയ്ക്കുന്നു. അതിനുശേഷമാണ് പുള്ളിക്കാരി നമ്മുടെ സോൾജിയറിന്റെ ഗണ്ണ് തുറന്നു നോക്കുന്നത്. അതിനകത്താണെങ്കിൽ ഒരൊറ്റ ബുള്ളറ്റ് പോലും ഇല്ല. നേരത്തെ സോൾജിയർ ഗണ്ണിൽ ബുള്ളറ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ടായിരുന്നല്ലോ. ആക്ച്വലി അത് സോൾജിയറിന്റെ ഇല്യൂഷൻ ആയിരുന്നു. യഥാർത്ഥത്തിൽ സോൾജിയറിന്റെ ഗണ്ണിൽ ബുള്ളറ്റ്സേ ഇല്ലായിരുന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ഗൺ ഫയർ ആവുന്ന ശബ്ദം, അത് ഉണ്ടാക്കിയത് സോൾജിയർ അല്ല. സോൾജിയറിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദെൻ നമ്മുടെ സൈക്കോളജിസ്റ്റ് ഇപ്പൊ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സോൾജിയറിനെയും പിടിച്ചെടുത്തുകൊണ്ട് പോയി അവനെയും അവന്റെ ക്രയോപോഡിൽ അടയ്ക്കുന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഈ ബങ്കറിന്റെ പല ഭാഗത്തായിട്ട് രക്തക്കറകളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആരോ കൈ കൊണ്ട്, രക്തം പുരണ്ട കൈ കൊണ്ട് സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നതായിട്ട്. ഇപ്പൊ സൈക്കോളജിസ്റ്റ് സോൾജിയറിനെ ക്രയോപോഡിൽ അടയ്ക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇതേപോലെ തന്നെയുള്ള രക്തക്കറകൾ, രക്തപ്പാടുകളൊക്കെ ഇവിടെ ആവുന്നത് കാണാം. അതിനർത്ഥം കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു രക്തക്കറകളൊക്കെ ഈ ബങ്കറിൽ വരാനുള്ള കാരണം ഈ ഒരു ഇൻസിഡന്റ് ആണ്. അല്ല അതിപ്പോൾ എങ്ങനെ ചെയ്യാവും? ആ രക്തപ്പാടുകളൊക്കെ ഇവർ
കണ്ടു കഴിഞ്ഞിട്ട് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പാസ്റ്റിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്? കഥയുടെ തുടക്ക സമയത്ത് ഈ ബങ്കറിലെ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി സോൾജിയറും ബയോ കെമിസ്റ്റും കൂടെ പോകുന്ന സമയത്ത് ബയോ കെമിസ്റ്റിന്റെ ഹേർട്ടിന്റെ ഭാഗത്തായിട്ട് ഒരു മുറിവ് ഉണ്ടാവുന്നുണ്ടായിരുന്നല്ലോ. അവിടെ ഉണ്ടായിരുന്ന വയസ്സൊക്കെ ഇവന്റെ ഹേർട്ടിന്റെ ഭാഗത്താണ് വന്ന് വീണതെന്നുണ്ടെങ്കിലും ഇവന് മുറിവുണ്ടായത് അവന്റെ പുറത്തായിരുന്നു. എന്തുകൊണ്ട് ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു എന്നാൽ നമ്മുടെ ബയോ കെമിസ്റ്റ് ഇവന്റെ പുറത്തായിരുന്നു കുത്തുന്നത്. ഇക്കാര്യവും ഫ്യൂച്ചറിൽ സംഭവിച്ചതാണ്. ഫ്യൂച്ചറിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഇമ്പാക്ട് പാസ്റ്റിലാണ് ഉണ്ടാവുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം? ഇതൊക്കെ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഇപ്പം നമ്മുടെ സൈക്കോളജിസ്റ്റിന് അറിയാം. കാരണം പുള്ളിക്കാരിക്ക് പതിയെ പതിയെ അവളുടെ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ദേ കണ്ടില്ലേ, സൈക്കോളജിസ്റ്റിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ആണ്. ആ ഫോട്ടോയിൽ ഇപ്പോൾ ആരുടെയും തലഭാഗം കീറി മാറ്റിയിട്ടില്ല. ഇവരുടെ ടീമിലെ 5ാമത്തെ വ്യക്തി സോൾജിയർ തന്നെയാണ്. സോൾജിയർ പുറത്തുനിന്ന് വന്ന ആളല്ല. അങ്ങനെ ആകെയുള്ള 5 പേരിൽ 4 പേരും ക്രയോബോർഡിലായതിനു ശേഷം നമ്മുടെ 002 നമ്മുടെ സൈക്കോളജിസ്റ്റ് ഇവർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചേംബറിൽ ചെന്ന് അവിടുത്തെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ആ പാസ്വേഡ് 002 എന്നായിരുന്നു ഇവളുടെ നമ്പർ. ഇവർക്ക് ഒരുപാട് നാളുകളോളം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ, ഇവരുടെ ഓരോരുത്തരുടെയും ജോലിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഡോക്ടറിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, മരുന്നുകൾ, ബയോ കെമിസ്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എഞ്ചിനീയറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചേംബറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, ചേംബറിൽ മറ്റൊരു ബോർഡുണ്ട്, 6ാമത്തെ ബോർഡ്. ഇവൾ ചെന്ന 6ാമത്തെ ബോർഡ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ നിന്ന് പ്രായമായ ഒരു വ്യക്തി പുറത്തു വരുന്നു. മറ്റാരുമല്ല, ഇവളുടെ അച്ഛനാണ്. ഇങ്ങനെ പറ്റിയാണ് നമ്മുടെ എഞ്ചിനീയർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇൻവെന്റർ 006. പുള്ളിക്കാരൻ ക്രയോബോഡിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, നമ്മുടെ പ്രൊജക്ട് സക്സസ് ആണെന്നൊക്കെ പറഞ്ഞാണ് പുറത്തു വരുന്നത്. എന്താണെന്നാൽ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, അതായത് ക്രയോ സ്ലീപ്പിംഗിലേക്ക് പോയിട്ട് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ഓർമ്മയും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഇത്. ഇങ്ങനെ ഇപ്പോൾ ഉണർന്നു വരുമ്പോൾ തന്നെ പുള്ളിക്കാരൻ എല്ലാ കാര്യവും ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി എണീറ്റ് വരുന്നത്. പുള്ളി അങ്ങനെ മകളെയും വിളിച്ചുകൊണ്ട് പോയി രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഈ ബങ്കറിനകത്ത് അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് തന്നെയുണ്ട്. അത്യാവശ്യം ആഹാര സാധനങ്ങൾ, അത്യാവശ്യമല്ല ആവശ്യത്തിലേറെ ആഹാര സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ കണ്ടില്ലേ എന്തൊക്കെ ഐറ്റംസ് ആണ്. അപ്പനും മോളും കൂടെ നൈസായിട്ട് ഈ എക്സ്പെരിമെന്റ് ഒക്കെ പ്ലാൻ ചെയ്ത് ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞു പറ്റിച്ചതായിരിക്കണം. അവരെയൊക്കെ ഒരുമാതിരി ലാബ്രാറ്റ്സിനെ പോലെ ട്രീറ്റ് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇവർ ആദ്യമായിട്ടുള്ള ഈ പരീക്ഷണം ചെയ്യുന്നത്. ഒരുപാട് നാളായിട്ട് പല രീതിയിൽ ഇവർ ഇതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ആ ശ്രമത്തിലൊക്കെ ഈ ഇൻവെന്ററിന് അദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഫുള്ളായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തായാലും ഈ ഒരു ശ്രമത്തിൽ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. അതിനുശേഷം നമ്മുടെ സൈക്കോളജിസ്റ്റ് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മ ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് കേട്ട ബൈബിൾ സ്റ്റോറി ഏതാണെന്ന് നിനക്കറിയോ? ലാസറിനെ ദൈവം ഉയർപ്പിച്ച സ്റ്റോറി. അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതിനുശേഷമാണ് ശ്രമിച്ചു തുടങ്ങിയത്. പക്ഷേ എന്നെ കൊണ്ടത് പോസിബിൾ ആയില്ല. ഇപ്പം ഞാൻ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ പ്രോജക്റ്റിന് ഭാവിയിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ, ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സൈക്കോളജിസ്റ്റിന്റെ അച്ഛൻ ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് കേൾക്കുന്ന ഇവൾക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഞാൻ ആദ്യമായി കേട്ട ബൈബിൾ സ്റ്റോറി ഏതാണെന്ന് അറിയോ നിനക്ക്? ലാസറിനെ ദൈവം ഉയർപ്പിച്ച സ്റ്റോറി. സൈക്കോളജിസ്റ്റ് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. ഇതെന്താ ഇത്? ഇവളുടെ അച്ഛൻ ഒരു തവണ പറഞ്ഞ കാര്യങ്ങളാണിത്. അത് വീണ്ടും പുള്ളിക്കാരൻ എടുത്തു പറയുന്നു. പിന്നിങ്ങോട്ട് തുടർച്ചയായി പുള്ളിക്കാരൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ഈ പരീക്ഷണവും സക്സസ് അല്ല. അങ്ങനെ ബ്രെയിൻ വീണ്ടും ഒരുമാതിരി വല്ലാത്ത കോലത്തിലായി, ഓർമ്മകളിൽ സ്റ്റക്കായി പോയി. ഇതൊക്കെ കണ്ട് ആകെ ഒരുമാതിരി വിഷമത്തിലായി നമ്മുടെ ഹീറോയിൻ അവളുടെ ക്യാമറ എടുത്ത് ഈ എക്സ്പെരിമെന്റ് ഫെയിലിയർ ആണ്, ഈ എക്സ്പെരിമെന്റ് വിജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ക്യാമറയിലെ മെമ്മറി ഫുള്ളായി. ഇതിനു മാത്രം എന്താണ് ഇതിനകത്ത് സ്റ്റോർ ആയെന്ന് അറിയാനായിട്ട് പുള്ളിക്കാരി ഫസ്റ്റ് മുതലുള്ള ക്ലിപ്പ് പ്ലേ ചെയ്യുമ്പോൾ ഇവള് തൊട്ടു മുമ്പ് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ഈ എക്സ്പെരിമെന്റ് ഫെയിലിയർ ആണ്, ഈ എക്സ്പെരിമെന്റ് വിജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ, അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ വിഷ്വലിന്റെ തുടക്ക ഭാഗത്തുള്ളത്. അതിനർത്ഥം ഇതൊരു ലൂപ്പ് പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഥയുടെ തുടക്കത്തിൽ ഇവരുടെ ഓരോരുത്തരുടെയും ക്രയോപോഡ് തുറന്നു കൊടുത്തത് മറ്റാരുമല്ല, ഇൻവെന്ററാണ്, അതായത് ഇവളുടെ അച്ഛനാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഹീറോയിൻ ഓൾറെഡി ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സൈക്കോളജിസ്റ്റ് ക്രയോപോഡിൽ നിന്ന് പുറത്തു വന്നപ്പോഴും പുള്ളിക്കാരിക്കും മറ്റുള്ളവരെ പോലെ ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തെ അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ ആ അറ്റംപ്റ്റിന്റെ അവസാനം ഇവൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും അവൾ മറന്നുപോയി. ഇവരുടെ കൂട്ടത്തിലുള്ള സോൾജിയറിനെ എല്ലാവരും സംശയത്തോടെ കാണാൻ വേണ്ടി അവന്റെ യൂണിഫോമിലുള്ള നമ്പർ മാറ്റിയത് ഇവളാണ്. അങ്ങനെ ഇവൾ ചെയ്തതുകൊണ്ടാണ് സോൾജിയറിനെ എഞ്ചിനീയർ പുറത്തേക്ക് അയക്കാൻ കാരണമാകുന്നതും ആ പുള്ളിക്കാരൻ കറക്റ്റ് സമയത്ത് വന്ന് നമ്മുടെ ഹീറോയിനെ എഞ്ചിനീയർ ആക്രമിക്കുന്ന സമയത്ത് ഇവളെ രക്ഷപ്പെടുത്തുന്നതും. അതായത് ചുരുക്കം പറഞ്ഞാൽ എന്താണോ സൈക്കോളജിസ്റ്റ് ആ ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ അത് പടിപടിയായിട്ട് അതുപോലെ തന്നെ നടന്നു. കാരണം ഈ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെയൊക്കെ ഓർമ്മകൾ ഇല്ലാതാവുന്നതോടെ അവരെല്ലാം ഇതേ രീതിയിൽ തന്നെ ചിന്തിക്കത്തുള്ളൂ. ഓരോ തവണയും അവരെല്ലാവരും ചിന്തിക്കുന്നത് ഒരേ രീതിയിലാണ്, പ്രവർത്തിക്കുന്നത് ഒരേ രീതിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു എക്സ്പെരിമെന്റ് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഇവർ ഈ ഒരു ലൂപ്പിലാണ്. ഇവർക്ക് ഈ ലൂപ്പ് വിട്ട് പുറത്തു പോകാൻ സാധിക്കുന്നില്ല. അവരുടെ തലച്ചോറ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ സൈക്കോളജിസ്റ്റ് കണ്ടു. സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഇതാണ് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലായി. എന്നിട്ട് പോലും ഈ ഒരു എക്സ്പെരിമെന്റ് അവസാനിപ്പിക്കാൻ ഇവൾ തയ്യാറാവുന്നില്ല. ഇവളുടെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, പുള്ളിക്കാരൻ ഒരു പെർട്ടിക്കുലർ മെമ്മറിയിൽ ലോക്കായി പോയിരിക്കുകയാണ്. അങ്ങനെ തുടർച്ചയായിട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും ഒരു തവണ കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ പഴയ പോലെ ആകുമെന്ന് കരുതി വീണ്ടും ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ ഇവൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ സൈക്കോളജിസ്റ്റും വീണ്ടും ക്രയോപോഡിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. എക്സ്പെരിമെന്റ് വിജയമല്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ഈ ബങ്കറിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇവർ ഉണർന്നു വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ ഇവളുടെ അച്ഛൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ദെൻ വീണ്ടും ഇവർ ഓരോരുത്തരുടെയും ക്രയോപോഡ് തുറന്നു വെക്കുന്ന ഇവളുടെ അച്ഛൻ, അതായത് ഇൻവെന്റർ, പുള്ളിക്കാരന്റെ ക്രയോപോഡിലേക്കും തിരിച്ചു പോകുന്നു. അങ്ങനെ എവിടെയാണോ നമ്മുടെ കഥ തുടങ്ങിയത് അതേ പോയിന്റിൽ
നിന്ന് തന്നെ വീണ്ടും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്ത നമ്മുടെ സൈക്കോളജിസ്റ്റ്, എഞ്ചിനീയർ, ഡോക്ടർ, സോൾജിയർ, ബയോകെമിസ്റ്റ് ഇവരെല്ലാവരും അവരുടെ ക്രയോപോഡിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ഇങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവർ ഈ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ പിന്നിങ്ങോട്ട് തുടർച്ചയായിട്ട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ തവണ പോലും ഇവർക്കാർക്കും വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. മുമ്പ് ചെയ്ത കാര്യങ്ങൾ അതേപോലെ തന്നെ എക്സാക്ട്ലി അതേപോലെ തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായി നമ്മുടെ സൈക്കോളജിസ്റ്റിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു എക്സ്പെരിമെന്റ് സക്സസ് അല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് നിർത്താൻ തോന്നുന്നില്ല. വീണ്ടും 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 തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ബ്രെയിൻ അതിന് മാത്രമാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.